ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കണ്ടിട്ട് സത്യം പറഞ്ഞ് ഞാൻ കണ്ണും തള്ളി നിന്ന് പോയി. ഞങ്ങളുടെ നാട്ടിലും പൂരം പെരുന്നാളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അതെ, ഞാൻ പറഞ്ഞു വന്നത് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളെ കുറിച്ചിട്ടാട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോൾ നമ്മുടെ എം ജയചന്ദ്രൻ സാർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. അവിടെ നമ്മുടെ യന്ത്രൂഞ്ഞാലും മുതൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സകല സാധനങ്ങളും പോരാത്തിന് ഐസ്ക്രീമും ബജ്ജിക്കടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാളുകളിലുള്ളിൽ കയറിയ പിന്നെ പറയണ്ട, എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം എന്ന് തോന്നും. പിന്നെ ഒരുവിധം കൺട്രോൾ ചെയ്ത് കുറച്ച് സാധനങ്ങളിൽ ഒതുക്കി ഞങ്ങൾ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷനായിട്ട് ഓർമ്മ വന്നത്. സംഭവം അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എന്തൊക്കെ തന്നെയാണെങ്കിലും സംഭവം കാണാനും വാങ്ങാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സ്റ്റാളുകളിലൊക്കെ. എവിടെ ചെന്നാലും ഈ ഒരു സ്ഥലം കാണുമ്പോൾ അങ്ങോട്ട് ചെറിയൊരു സൈഡ് വലിവ്, പിന്നെ ചൈനീസ് സോപ്പിട്ട് 2-3 വാങ്ങി ഞാനിങ്ങ് പോകും. അങ്ങനെ ഇതെല്ലാം വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാട്ടോ കൺമണിയുടെ ഒരു സംഗീത കച്ചേരി കണ്ടത്. എന്നാ അതും കൂടി കണ്ടു കളയാന്ന് കരുതി കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കേട്ടു കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്കും മടങ്ങാം കേട്ടോ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇതേ പോകുന്ന വഴിയിൽ മൊത്തം ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.